എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മോർണിംഗ് ഒരു റൗട്ടീനാണ്. അപ്പം വൈഫാണ് കുക്കിങ്ങിൽ. അപ്പം എനിക്ക് രാവിലെ ഒരു ചായ നിർബന്ധമാണ്. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് കാര്യം എനിക്ക് ചായയിൽ ഇച്ചിരി ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുന്ന ഭയങ്കര ശീലമുള്ളതാണ്. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തേക്കുന്നത് ദോശയും നമ്മുടെ കപ്പലണ്ടി വെച്ചുള്ള ഒരു ചട്നിയാണ്. എനിക്ക് ഒരു ഇഷ്ടമുള്ള ഇതാണത്. ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. സോ അതിന് നമ്മൾ ഒരു സൈഡിൽ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി എടുക്കുക. കപ്പലണ്ടി എടുത്തൊന്ന് മൂപ്പിക്കുക. അത് ഒരു ഇതിലോട്ട് പാനിലോട്ട് വെച്ചതിന് ശേഷം അടുത്ത സൈഡിൽ തന്നെ നമ്മുടെ ചായയുടെ പരിപാടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇന്ന് എനിക്ക് ഓഫായിരുന്നു അത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചായയിൽ ഒരു ഏലക്ക ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന്. ഒരു സൈഡിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്, അടുത്ത സൈഡിൽ കപ്പലണ്ടി ഇതേപോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അതിന് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു ചമ്മന്തിയാണ്. നമ്മൾ തേങ്ങാ ചട്നി ചെയ്യുന്നതിന് ഈക്വലായിട്ട് തന്നെയാണ് വരുന്നത്. തേങ്ങയ്ക്ക് പകരമായിട്ട് ഇവിടെ നമ്മൾ കപ്പലണ്ടി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അത് ആന്ധ്രയിൽ ഫേമസ് ആണ് ഈ കപ്പലണ്ടി വെച്ചുള്ള ചട്നി. വൺ സൈഡ് അപ്പം ഇതേപോലെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം പിള്ളേരും കൂടി എണ്ണിക്കുന്ന കാരണം നമ്മൾ ഈ കപ്പലണ്ടി ചട്നിക്കകത്ത് മാക്സിമം എരിക്ക് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ തേയില അപ്പുറത്തെ സൈഡ് നമ്മുടെ ചായക്ക് വേണ്ടി ഇടുന്നുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കടുപ്പത്തിന് വേണ്ടി ഒരു 2 സ്പൂൺ തേയില ഇട്ടിട്ടുണ്ടായിരുന്നു. തേയില ഇട്ടതിന് ശേഷം ഇച്ചിരി ഇഞ്ചിയും കൂടി ചതച്ച് അതിനകത്ത് ഇടുകയാണെങ്കിൽ അടിപൊളി ഒരു ഫ്ലേവർ ആയിരിക്കും. ഇഞ്ചി, ഏലക്ക, ഇച്ചിരി പഞ്ചസാര ആൻഡ് തേയിലപ്പൊടി ഇത്രയും പാലുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്പെഷ്യൽ ചായ നമുക്ക് റെഡിയാവുന്നതായിരിക്കും. ഇപ്പം കപ്പലണ്ടി ഏകദേശം മൂത്തു, അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പച്ചമുളകാണ് ഇടേണ്ടത്. ഇവിടെ പിള്ളേരും കൂടി ഉള്ളത് കാരണം ഒത്തിരി എരിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു 3 പച്ചമുളകാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാം. വൈഫ് ഇതിനകത്തോട്ട് കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, വാളംപുളി. അതിൻ്റെ ബേസിക് എനിക്കും അറിയത്തില്ല, എണ്ണയ്ക്കകത്ത് പുളിയും കൂടി ഇട്ട് വഴറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഫൈനലി ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിരിക്കും. എന്തായാലും അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓയിലിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാകും. അത് വൺസ് ഒന്ന് ചെറുതായിട്ട് വയന്ന് വരുന്ന സമയത്ത് അത് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിൽ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുകയാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊരു സൈഡിലാവുന്നുണ്ട്. പിന്നെ ഫ്ലെയിം വളരെ കുറച്ചിട്ടത് കാരണം താഴെ ചായ ഉണ്ടാകാനായിട്ട് ഭയങ്കര താമസം ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രാവിലെ എനിക്ക് കുറച്ച് വർക്കുള്ളത് കാരണം ഞാൻ പരിപാടിയായിട്ട് ഒരു സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയാണ് ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതും ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബേസിക്കായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അപ്പോഴത്തേക്ക് എൻ്റെ ചായ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ചായ ഒന്നും കൂടി ഒന്ന് അരച്ച് പൊങ്ങി വരുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിക്കുകയാണ്, കടുപ്പം ഇറങ്ങുന്നതിന് വേണ്ടിയായിട്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. കാണാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ളായിട്ട് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം, ഒരു കുഴപ്പമില്ല. അപ്പം ചായ എൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് എനിക്ക്. അതേപോലെ തന്നെ അപ്പം നമുക്ക് ചട്നിയുടെ ബാക്കി പരിപാടിയും കൂടി നോക്കാം ഇതിൻ്റെ ഇടയിലൂടെയായിട്ട്. അപ്പം നമ്മുടെ കപ്പലണ്ടി ഓൾറെഡി സെറ്റായി ഇരിപ്പുണ്ട്. കപ്പലണ്ടി, അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, പിന്നെ പച്ചമുളക്, നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തേക്കുന്ന കുറച്ച് കുടംപുളി, ആ പുളിയും കൂടി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഗ്രൈൻഡറിനകത്ത് അരച്ചെടുക്കുക. അതാണ് ബേസിക്കായിട്ട് വരുന്നത്. പിന്നെ ചായ ഏകദേശം ഒന്ന് ഇതാക്കിയതിന് ശേഷം 2-3 അടി അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പതയായിട്ട് വരുന്നതായിരിക്കും. കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അതിന്. സോ ഇതൊക്കെ എൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റാണ്. പിന്നെ അടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അടിക്കാം, ഇല്ലാത്തവർക്ക് നോർമലി കുടിച്ചാലും മതി. അതിനുശേഷം അമ്മക്കൊരു കപ്പിലോട്ട് അയച്ചു തന്ന് നമ്മുടെ മോർണിംഗ് റൗട്ടീൻ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ചായ കുടിച്ചില്ലെങ്കിൽ ഒരുമാതിരി ആയിരിക്കും അന്നത്തെ ദിവസം മൊത്തം. അങ്ങനെ ഏകദേശം എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് ഞാൻ കിടക്കുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റീസെൻ്റായിട്ടാണ് വീട് മാറിയത്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം കുറേ ഇൻറ്റിമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ അഡ്രസ്സൊക്കെ മാറിയതിൻ്റെ ആ പരിപാടിയൊക്കെ ആയിട്ടിരിക്കുന്നു. മീനുവും ടോണി സാറും എല്ലാവരും എണ്ണിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. അപ്പോൾ ഒരു ഫ്ലവർ പോട്ടൊക്കെ റീസെൻ്റായിട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ ചട്നിയുടെ പ്രയോജനത്തിന് വേണ്ടി നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും കൂടി പറയാം. മൂപ്പിച്ച നമ്മുടെ കപ്പലണ്ടി, ഒരു ചെറിയ ഇഞ്ചിയല്ല, കുറച്ച് 2-3 പച്ചമുളക്, അതെല്ലാം കൂടി എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മുടെ കപ്പലണ്ടി ഒന്ന് അരയ്ക്കുക. അരച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നീട് ആ 3 പച്ചമുളകും ആ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഉപ്പും എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അരച്ചെടുക്കുക. വെള്ളം നമുക്ക് അതിനനുസരിച്ചത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇച്ചിരി കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആ കൺസിസ്റ്റൻസി നമുക്ക് മാറ്റാവുന്നതാണ്. കട്ടിക്കാണെങ്കിൽ കട്ടിക്ക്, അല്ല ഇച്ചിരി ലൂസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഫൈനലി അതൊന്ന് നോക്കുക, എരിവും പുളിയും ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലൂടെ നമുക്ക് കടുകും കൂടി പൊട്ടിച്ചിടാം. അതിന് വേണ്ടി ജസ്റ്റ് ഓയിലെടുക്കുക, അതിനകത്തോട്ട് കുറച്ച് കടുകിടുക. കടുകൊന്ന് നല്ല രീതിയിൽ പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പോ അതും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ബേസിക്കാണ്. ഉഴുന്ന് പരിപ്പ്, നമ്മുടെ കറിവേപ്പില, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് കളർഫുള്ളാക്കി എടുക്കാവുന്നതാണ് സംഭവം. ഇപ്പം നമ്മുടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ജീരകവും കൂടി ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ ജീരകവും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി കടുക്, ജീരകം, കറിവേപ്പില, എന്നിട്ട് ഒരു 2-3 ഉണക്കമുളകും കൂടി, അതും കൂടി ആകുമ്പോഴത്തേക്കും സെറ്റായി വരുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതും കൂടി നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മീൻസ് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പീനട്ട് ചട്നി റെഡിയായി വരുന്നതായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് സംഭവം. അത് ട്രൈ ചെയ്യാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും ആരും മോശം പറയത്തില്ല. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉള്ളവരാണ്. കടലയ്ക്ക് അലർജി ഉള്ളവർ മാത്രം കഴിക്കാതിരിക്കുക. അങ്ങനെ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞു. ഇതിൽ ബേസിക്കലി എൻ്റെ ഒരു റോളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ മാത്രമേ കൊടുക്കാറുള്ളൂ. ഷൂട്ടിങ്ങും ബാക്കി എഡിറ്റിങ്ങും എല്ലാം വൈഫ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇത് തരും. ഞാൻ പിന്നെ വായിൽ തരുന്നത് വെച്ച് ഞാനങ്ങ് പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രിപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റേതായിട്ടുള്ള പോസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് കയറി വരാറുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ നല്ല കാര്യം. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ചട്നി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കിടക്കാൻ പോകുന്നത് ദോശയിലേക്കാണ്. ദോശയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മോർണിംഗേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മൊത്തം കഴിയുന്നതായിരിക്കും. അപ്പം സെയിം തന്നെ മാവ് ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം എടുത്ത് ഇതൊന്ന് പോകാൻ വേണ്ടി, തണുപ്പൊക്കെ പോകാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ആ മാവിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാനുള്ള 2-3 ടിപ്സ് എന്ന് പറയുന്നത്, എയ്തർ ഇങ്ങനെ വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ദോശ ആ കല്ലിലോട്ട് ഒട്ടാതിരിക്കുന്നതായിരിക്കും. ഇത് പിന്നെ നോൺ സ്റ്റിക്കുമാണ്. പിന്നെ വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്രിസ്പി പോലത്തെ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒണിയൻ കട്ട് ചെയ്ത്, സവോള കട്ട് ചെയ്തിട്ട് അത് വെച്ച് ഉരച്ചാലും ദോശക്കല്ലിൽ നമുക്ക് ദോശ ഒട്ടാതിരുന്നോളും അതിനകത്തോട്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ദോശ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പം നമുക്ക് കറക്റ്റ് വട്ടത്തിലുള്ള ഷേപ്പിൽ സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ദോശയുടെ ഘട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 5-6 ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇത്രേൻ്റെ ആവശ്യമുണ്ടോ, ഒരു 2-3 ഉണ്ടാക്കിയതിൻ്റെ പോരെയെന്ന്. അത് പറഞ്ഞ് എല്ലാം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ദോശ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നീട് എഗ് ദോശയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. എഗ് ദോശ അടിപൊളി ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പം നമ്മുടെ ദോശമാവ് സെയിം അതേപോലെ ഇതാക്കിയിട്ട് ഒരു എഗ് അതിൻ്റെ മേലിലോട്ട് പൊളിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക മൊത്തത്തിൽ. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ദോശയ്ക്കും ഇതിനുമൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി. ആ ചമ്മന്തിപ്പൊടിയും കൂടി ഇതിൻ്റെ മേളിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തിപ്പൊടി ഇല്ലാത്തവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇച്ചിരി മുളക് പൊടി അതിൻ്റെ മേളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ ലൈറ്റായിട്ടൊന്ന് ഓയിൽ അത് തിരിച്ചിടുന്ന സമയത്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ഇതിന്. സോ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ദോശ 1 by 1 ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
സോ എല്ലാ ടൈമിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കുകയോ എല്ലാം ചെയ്യാറുണ്ട്. ഓയിൽ നമ്മൾ മാക്സിമം കുറവാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി തിരിച്ചിടുന്ന സമയത്ത് മാത്രം ഇച്ചിരി ആ ദോശയുടെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട്. പിന്നീട് നമുക്ക് ഇതിൽ തന്നെ ദോശയിൽ പല രീതിയിലുണ്ടാക്കാം. കുറച്ച് ക്യാരറ്റ് ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ട് ദോശ, പിന്നെ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ ബട്ടർ ദോശ, ഇതിനകത്തോട്ട് ചോക്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ദോശ. അപ്പം നമുക്ക് ഓരോ പിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചോക്ലേറ്റ് ദോശ അങ്ങനെയുള്ളതെല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് മസാല വെച്ച് കഴിഞ്ഞാൽ മസാല ദോശയാവുന്നതായിരിക്കും. അപ്പം ഇന്ന് എഗ് ദോശ ആയത് കാരണം പിന്നെ വേറെ വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ നിന്നില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു മെത്തേഡിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഈ ദോശയുടെ പരിപാടി ഇതുവരെയും തീരുന്നതുമില്ല. ഞാൻ എന്താ ഇനി പറയുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ദോശയെ പറ്റി ചരിത്രമൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയാത്തുള്ളൂ. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഇനി പറയാനോ ഇത് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇത്രയും നേരം ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എങ്കിലും നിങ്ങളൊന്ന് കാണുക, ഇല്ലെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോവുക. ഓക്കെ. പിന്നീട് ഒരു എഗ് ദോശയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് എഗ് ദോശയും ഇത് ചെയ്തായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, ഫൈനൽ ഔട്ട്പുട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ചമ്മന്തിയും ഒരു ദോശയായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു 5-6 ദോശ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കും ഇത്ര എന്തിനാണെന്നുള്ളത്. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ടോണി സാർ ഇടയ്ക്ക് കൂടി വന്ന് 2 കരച്ചിലൊക്കെ കരഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട് ആൾ. അങ്ങനെ ഇതിൻ്റെ അവസാനത്തെ എഗ് ദോശയും കൂടി ആയിട്ടുണ്ട് ഏകദേശം. ഇത് ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഈ സംഭവം തീരുന്നില്ല. ഞാൻ ഇനി എന്താ പറയണമെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ ഇന്നത്തെ ഏകദേശത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ചായ, അപ്പം എഗ് ദോശ, നോർമൽ ദോശ, അതിൻ്റെ കൂടെ നല്ല കപ്പലണ്ടി ചട്നി, ഇത്രയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്നിരുന്നത്. ഓക്കെ. സോ ഏകദേശം ഫൈനൽ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം ഫുഡിലേക്ക് കിടക്കാമെന്നുള്ള പ്ലാനിലാണ്. സമയം ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മീനൂട്ടിയും ടോണിയും എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. എന്തായാലും സംഭവമെല്ലാം ഉഷാറായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മീനൂട്ടി ആണെങ്കിലും കഴിച്ചു, ഞാനാണെങ്കിലും കഴിച്ചു. അപ്പോൾ മീനൂട്ടി ഇത് സൂപ്പർ, വയ്ക്കുന്നതിന് മുമ്പേ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് കാരണം കുഴപ്പമില്ല. വീണ്ടും അടുത്തൊരു വെറുപ്പിക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു, ബൈ.